കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലം. നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഒരു വീടാണ്. ഇതേ കണക്ക് പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇവരെ സംരക്ഷിക്കാതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? കളിക്കിട്ട് വരാം കേട്ടാ. നമസ്കാരം. ഒറ്റൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. വോട്ട് ചോദിക്കാൻ വന്നതാണല്ലോ. അതെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ഇവർക്ക് കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വീട് കിടക്കുക. ഞാനിതിപ്പോ കണ്ടു. ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് വന്ന് നോക്കാണെന്ന് വിചാരിച്ചത്. ഭയങ്കരം തന്നെ. നേരത്തെയും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വീട് വെച്ച് തരാന്നൊക്കെ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും വോട്ട് ചോദിക്കുകയാണ്. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? നമുക്ക് കാണാം. ഓക്കെ. യഥാർത്ഥത്തിൽ നിങ്ങൾ വോട്ട് വെച്ച് വന്നായിരുന്നോ പുള്ളി ഇവിടെ? വന്നപ്പോ എന്താ നിങ്ങൾ തരാന്നങ്ങ് പറഞ്ഞില്ലേ? എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. പേയ്മെന്റ് ചിലപ്പോൾ നിങ്ങൾ അംഗീകരിക്കത്തില്ല. എന്റെ പേയ്മെന്റ് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യത്തുള്ളൂ. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. 20-25 ബിജെപിക്ക് വേണ്ടി ചെയ്തൊക്കെ 25 മേടിച്ചു. 20-25 ബിജെപിക്ക് വേണ്ടി ചെയ്തൊക്കെ 25 മേടിച്ചു. എങ്ങനെ ഇരിക്കണം? എഴുതി കൊടുത്തപ്പോ 3 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് അരിപ്പാറയുടെ കിട്ടിയത് അരിക്കോണം. പക്ഷെ അത് ഗവൺമെന്റ് തന്നതാണ്. അപ്പൊ അതുവരെ എത്ര സെന്റ് ഭൂമി കിട്ടി? അത് 3 സെന്റ് സ്ഥലം. പക്ഷെ ആ വീഡിയോയില് 2 സെന്റേ ഉള്ളൂ എന്നൊക്കെ അത് പറയും. ഇതാണ് 2 സെന്റ്. ഇപ്പം ചേട്ടൻ ഇതല്ലാതെ അവിടെയും കൂടെ ഭൂമിയുണ്ട്. അവിടെ ഭൂമി ലൈഫ് പദ്ധതിയിൽ കിട്ടിയതാണ്. ആരുടെ പേരില? ചേട്ടന്റെ പേരിലാണ്? എന്റെ പേരിനല്ല, എന്റെ വൈഫിന്റെ പേരിനാണ് കിട്ടിയത്. വേറെ വീടിന് വേണ്ടിയിട്ടൊന്നും അപ്ലൈ ചെയ്തില്ലേ? വീട് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് 40,000 രൂപ തന്നത്. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. കാലക്കി എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നനെ പട്ടി.